ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണ്ടേ ചൂട്ടും കത്തിച്ച് പിടിച്ചോണ്ടാ അന്തിക്ക് അച്ചി വീട്ടിലേക്ക് പോകുന്നത്. ഭാര്യ വീട്ടിലെ കാരണവര് എന്ന് പായെടുത്ത് മാറ്റുന്നോ അന്ന് സമ്മന്തക്കാരൻ ഗെറ്റ് ഔട്ട്. പിന്നെ അച്ചി വീട്ടിലെ സമ്മന്തക്കാരന് പുളിവടി കടിക്കണമെന്നാ പഴമൊഴി. ഓ, ഇതിനുള്ള മറുപടി പറയേണ്ടത് നീയാണോ ഞാനാണോ? ഞാൻ തന്നെയാ. പുളുവടി ഇവിടെ ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ല. ഞാനാണ് സീനിയറായ അച്ചി വീട്ടിലെ സംബന്ധക്കാരൻ. അത് കഴിഞ്ഞ് മകന്റെ അച്ചി വീട്ടിൽ വന്ന് തൊരപ്പനയിലെ പോലെ തുരന്ന് ഫുഡ് അടിക്കുന്ന നിങ്ങളെ എന്തല്ല. എടാ, അല്ല, രാജു ഒരു അന്തസ്സുള്ളവനായതുകൊണ്ടാ അവൻ അച്ചി വീട്ടിൽ താമസിക്കുന്നതിന് ഞാൻ എതിർപ്പ് പറഞ്ഞത്. അതുപോലല്ലോ നീ. നിനക്ക് അന്തസ്സും അഭിമാനം ഒന്നുമില്ലല്ലോ. എനിക്കില്ലാതെ പോയത് നീ കാരണോ? നീ പെറ്റ തള്ളയ്ക്ക് നാഴി വെള്ളം കൊടുക്കാതെ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഞാൻ നിന്റെ കൂടെ അല്ലാതെ വേറെ എവിടെ താമസിക്കണോടാ? മനുഷ്യനെ നശിപ്പിക്കാൻ ചോദിച്ചൊരു തള്ള. എടാ, ഭാര്യ വീട്ടിൽ നിന്ന് 4 നേരം ഉരുട്ടി ഞണ്ടുന്നവനല്ലേടാ നീ. നീ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ വല്ലതും നോക്കുന്നുണ്ടാ? അനിയത്തിയുടെ വീട്ടിൽ പോയിരിക്കുന്ന ഭാര്യയെ കുറിച്ച് നീ അന്വേഷിക്കുന്നുണ്ടാ? എന്റെ ഭാര്യ ഞാനും തമ്മിലൊരു ബോണ്ടുണ്ട്. ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. ബോണ്ടയുടെയും പരിപ്പുവടയുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ അളിയനില്ലേ രാജു, അവന്റെ ജീവിതം തൊലഞ്ഞ്. ആ പെണ്ണും അവനുമായിട്ടുള്ള ജീവിതം അടിച്ചു പിരിഞ്ഞെന്ന്. ആ കാര്യം വല്ലതും അന്വേഷിക്കുന്നുണ്ടെന്നാ ഞാൻ ചോദിച്ചത് നിന്റെ കൂടെ. ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങൾ ആലോചിച്ചോളാം. അതോർത്ത് നിങ്ങൾ തലപോയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ആ പെണ്ണിന് നിലവിളക്ക് കൊടുത്ത് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് പിടിച്ചു കയറ്റിയത് ഞാനാ. അതുകൊണ്ടുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ജയ, ഇവരുടെ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം എടുക്കണം. മകളുടെ അമ്മായിമ്മയാണെന്ന് കരുതി എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. പറഞ്ഞേക്കാം. അമ്മേ, നിങ്ങൾ പെറ്റു വളർത്തിയ പോലെയല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ആഹാരം കൊടുക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ അവർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങൾക്കതൊരു ആഘോഷമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് നീറുന്ന നൊമ്പരം തന്നെയാ. നിങ്ങളും പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു അമ്മയല്ല. അമ്മ എന്നാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വേദനിപ്പിക്കുമ്പോഴൊക്കെ മറുപടി പറയാത്തത് നിങ്ങൾ വളർന്ന പോലെ ഒന്നുമല്ലല്ലോ ഞങ്ങൾ വളർന്നത്. സംസ്കാരം എന്ന് പറയുന്നത് കാശ് കൊടുത്താൽ കിട്ടില്ല. കുറച്ചൊക്കെ പായ്തൃകോ.
എന്താ രാജു? നല്ല വേദനയാ മാഡം. അയ്യോ സോറി ഋതു. അയ്യോ extremely sorry. ചെറിയമ്മ നിക്ക്. കോഫി ഇങ്ങിതാ ചെറിയമ്മ. ഞങ്ങൾ എഴുന്നേറ്റിരിക്കായിരുന്നു. സോറി മോളെ, ഈ സമയത്തിന് മുന്നേ രണ്ടുപേരും എഴുന്നേക്കുന്നതല്ലേ, അതാ ഞാൻ കോഫിയായിട്ട് വന്നേ. അതിനെന്താ, ചെറിയമ്മ ഞങ്ങളുടെ ഓർക്കൊന്നും കളഞ്ഞില്ലല്ലോ. ശേ, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ചെറിയമ്മയുടെ ഫേസ് ഒന്ന് കാണണമായിരുന്നു. യെല്ലോ കളർ. ഞാൻ രാജുവിന്റെ അടുത്ത് കിടന്നത് രാജുവിനെ എഴുന്നേക്കാനോ മറ്റോ തോന്നിയാല് ഒരു ഹെൽപ്പിന് വേണ്ടിയാ. എഴുന്നേക്കുമ്പോ കാലിന് നല്ല പെയിനുണ്ട്. അത് 2 ദിവസം റെസ്റ്റ് എടുത്താ മാറും. അയ്യോ അച്ഛനാ. നടന്നതെല്ലാം അച്ഛനും അമ്മ അറിഞ്ഞു കാണുമെന്തോ.